നല്ല ഗോൾഡൻ ടിഷ്യൂ ആസാം സിൽക്ക് എന്ന് പറഞ്ഞൊരു ഫാബ്രിക് ഉണ്ടായിരുന്നു. അതിൽ ടിഷ്യൂ വീവിങ് വന്നിട്ട് എന്നുവെച്ചാൽ ആ ഫ്ലോ കറക്റ്റ് ആവണമെന്നുള്ള ഞാൻ ആ ഫ്ലോ കാണിച്ചു തരാം. ഈ ടിഷ്യൂവിനൊക്കെ ഒരു റഫ്നെസ് ഇല്ലേ, ആ റഫ്നെസ് ഒന്നും ഇല്ലാതെ ഇത് കണ്ടോ ഇങ്ങനെ ഫ്ലോ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്. ശരിക്കും ആസാം സിൽക്ക് എന്ന് പറഞ്ഞ ഫാബ്രിക്കിൽ ഒരു ടിഷ്യൂ വീവിങ് വന്നിരിക്കുന്നതാണ്. വിസ്കോസ് ആണ് മെറ്റീരിയൽ, നൈലോണോ പോളിയല്ല. ഇത് കണ്ടോ ആ ഫ്ലോ ആയിട്ട് തന്നെ കിടന്നോളും ടിഷ്യൂ ഫാബ്രിക്. നല്ലൊരു അപ്ഡേറ്റാണ്. ഒരു സിംഗിൾ ഗോൾഡൻ കളറ്, ഈ അൻമോൾ ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഒരു കളറില്ലേ, എന്നുവെച്ചാൽ ഭയങ്കര ആൻറ്റിക് കളറല്ല, എന്നാൽ യെല്ലോയിഷ് കളറും അല്ലാത്ത ഒരു നല്ല ഗോൾഡൻ കളർ എന്ന് പറയും, ആ ഒരു ഫാബ്രിക്കാണ് ഇത് സാരീസിനോ ഓർ ഡ്രസ്സസിനോ പാച്ച് വർക്കോ എല്ലാ പർപ്പസിനും ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ ഉപയോഗം ഗോൾഡനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓണത്തിനോ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഹോൾസെയിലായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഡയബ്ലൂ ആണ് ഈ ടിഷ്യൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ചെറിയ വൈറ്റ് ത്രെഡ് ഉണ്ട്, വൈറ്റ് ത്രെഡ്. ഇതിൻ്റെ എൻഡ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അത് മാത്രമാണ് ഡൈ ആവുന്നത്. ഇത് കണ്ട ഇങ്ങനെ നൂല് വലിച്ചെടുക്കൂലേ, ഈ സാധനം കണ്ട, ഈ ത്രെഡാണ് വിസ്കോസ്. ഇത് ഡൈ ആവും, ഈ ജെറി ഡൈ ആവില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഭയങ്കര ബ്രൈറ്റ് കളർ കൊടുത്തു, ഇത്രയും ബ്രൈറ്റ് കളർ കിട്ടിയില്ല എന്നൊന്നും ചിന്തിക്കരുത്. ഈ ത്രെഡാണ് ഡൈ ആവുന്നത്. ഈ ടിഷ്യൂ ഒരിക്കലും ജെറി ഡൈ ആവില്ല. അപ്പോൾ ആ ഒരു ലൈറ്റ്നെസ്സേ കിട്ടുള്ളൂ. ഈ ഫാബ്രിക്കൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ സാമ്പിൾ ചെയ്ത് നോക്കിയിട്ട് വേണം ഡൈയിങ് പർപ്പസിന് പോകുന്നുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി. മാർക്കറ്റിൽ ഇന്നായിട്ടുള്ളതും സക്സസ് ആയിട്ട് ഓടുന്ന ഒരു ഫാബ്രിക്കാണ്. ഞങ്ങളുടെ കയ്യിൽ കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട്. ഹോൾസെയിൽ വേണമെങ്കിൽ TTCയിലും, റീറ്റെയിൽ വേണമെങ്കിൽ നമ്മുടെ മെലാഞ്ചിലും എടുക്കാം. ട്രൈ ചെയ്യും. താങ്ക് യു സോ മച്ച്.